ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വളരെ പെട്ടെന്ന് തൻ്റെ ഭക്തർക്ക് എല്ലാവിധ സഹായങ്ങളും അനുഗ്രഹവും നൽകുന്ന ദേവനാണ് മഹാദേവൻ. പൊതുവിൽ ഇതര ദേവതകളെ അപേക്ഷിച്ച് ഭഗവാനെ നോക്കിക്കഴിഞ്ഞാൽ ക്ഷിപ്രപ്രസാദിയാണ്. നമ്മൾ മറ്റ് ദേവന്മാരോട് പ്രാർത്ഥിച്ച് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കാൾ വളരെ വേഗത്തിൽ ഭഗവാൻ നമുക്ക് നമ്മുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹങ്ങൾ നൽകും എന്നതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ ഭഗവാന് ഭക്തനോട് വളരെ വേഗം ഉണ്ടാകുമെങ്കിലും ഭക്തരുടെ ഭാഗത്ത് നിന്ന് ചില തെറ്റുകൾ ഉണ്ടായാൽ ഭഗവാൻ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കുകയില്ല, ഭഗവാൻ അത് പുറത്തു തരികയുമില്ല. ഈ തെറ്റുകൾ ഭക്തരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് ഭഗവാനെ ചൊടിപ്പിക്കും. ഇത് ഭഗവാന്റെ കോപവും പലവിധ ബുദ്ധിമുട്ടുകളും നമുക്ക് മേൽ വന്നു ഭവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ ഭഗവാന്റെ കോപത്തിന് പാത്രീഭവിക്കുന്ന ആ തെറ്റുകൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യം വീഡിയോ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഭഗവാൻ പരമേശ്വരൻ ഇതര ദേവതകളെ അപേക്ഷിച്ച് ക്ഷിപ്രപ്രസാദി എന്നതുപോലെ ക്ഷിപ്രകോപിയുമാണ്. ഇതര ദേവതകളോടുള്ളതിനേക്കാൾ വേഗത്തിൽ ഭഗവാനോടുള്ള പൂജകള്, പ്രാർത്ഥനകള്, വഴിപാടുകൾ വേഗത്തിലുള്ള ഫലസിദ്ധിയെ ഒരു ഭക്തന് നേടിക്കൊടുക്കും. എന്നാൽ ഭഗവാൻ പുറത്തു തരാത്ത ചില തെറ്റുകളും ഉണ്ട്. ഈ ഒരു തെറ്റ് എത്ര തന്നെ പ്രിയപ്പെട്ട ഒരു ഭക്തനാണെങ്കിലും ഭഗവാൻ ഒരിക്കലും പുറത്തു തരികയില്ല. വിശ്വാസി ആയിക്കോട്ടെ അവിശ്വാസി ആയിക്കോട്ടെ, ഈ ഒരു തെറ്റ് ചെയ്യുമെങ്കിൽ ഭഗവാന്റെ കോപത്തിന് പാത്രീഭവിക്കുകയും ശക്തമായ തിരിച്ചടി ലഭിക്കാൻ അത് ഇടവരുത്തുകയും ചെയ്യുമെന്നതാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇതിനോടകം ഭഗവാന്റെ ആ ഒരു കോപം നമ്മൾ ഏറ്റിട്ടുണ്ട്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് തത്ഫലമായിട്ട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ തെറ്റുകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കാതിരിക്കുക. ഈ വീഡിയോ പൂർണ്ണമായി കണ്ട് ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ തെറ്റുകളിൽ നിന്ന് എങ്ങനെ മോചിതനാകാം, ഭഗവാന്റെ പ്രീതി വീണ്ടും എങ്ങനെ നമുക്ക് നേടിയെടുക്കാം, ഈ തെറ്റുകൾ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ആ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ പരിപൂർണമായിട്ട് മുക്തി നേടാം, അതിനു വേണ്ടുന്ന കുറച്ച് എളുതായ പരിഹാരങ്ങൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ആ പരിഹാരങ്ങൾ ചെയ്താൽ പൂർണ്ണമായും ഈ തെറ്റുകളിൽ നിന്ന് നമുക്ക് മുക്തനാകുവാനും സാധിക്കുന്നതാണ്. ഭഗവാന് ഇഷ്ടക്കേടുണ്ടാക്കുന്ന തെറ്റുകളെ നമുക്ക് പൊതുവിൽ മൂന്നായിട്ട് തരംതിരിക്കാവുന്നതാണ്. ഒന്ന്, വാക്കാലെ നമ്മൾ ചെയ്യുന്നതായ തെറ്റുകൾ ഭഗവാനെ അത് ചൊടിപ്പിക്കും. രണ്ടാമത്തേതെന്ന് പറയുന്നത് ചില ചിന്തകളിലൂടെ നമ്മൾ ചെയ്യുന്നതായ തെറ്റുകൾ, അതും ഭഗവാനെ ചൊടിപ്പിക്കുന്നതാണ്. മൂന്ന്, നമ്മുടെ പ്രവൃത്തികളാണ്. പ്രവൃത്തികളിലൂടെ ചെയ്യുന്ന തെറ്റുകളും ഭഗവാന്റെ കോപം നമ്മളിലേക്ക് വന്നു ചേരുന്നതിന് അത് ഇടവരുത്തും. ഇതിൽ ആദ്യത്തേത് നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന ചില തെറ്റുകളാണ്. മനസ്സുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില ചിന്തകൾ, മോശകരമായ ചില ചിന്തകൾ, ആ ചിന്തകളും ഒരു പാപമായിട്ടാണ് ശിവപുരാണത്തില് പ്രതിപാദിക്കുന്നത്. മറ്റൊരാളുടെ ഭാര്യയെ മനസ്സാലെ മോഹിക്കുക, മറ്റൊരാളുടെ ഭർത്താവിനെ മനസ്സാലെ മോഹിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സമ്പത്ത് നമ്മൾ നോട്ടമിടുക, അതിനെ തരം കിട്ടിയാൽ അപഹരിക്കാനായിട്ടുള്ള പദ്ധതികൾ മെനയുക, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ കൊടിയ പാപമായിട്ടാണ് ശിവപുരാണം പറയുന്നത്. ഇങ്ങനെ തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തുന്നു എങ്കിൽ ശിവഭഗവാന്റെ കോപത്തിന് നമ്മൾ അധിക വൈകാതെ പാത്രീഭവിക്കും. അതുകൊണ്ട് ഇത്തരം ചിന്തകൾ നമുക്ക് പാടുള്ളതല്ല. അസന്മാർഗികമായ വഴികളിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത് പോലും ആ ഒരു ഭഗവാന്റെ കോപം ക്ഷണിച്ചു വരുത്തും എന്നതാണ്. ശിവഭഗവാന് നമ്മൾ പൂജിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും തീർത്തും ആർക്കും യാതൊരു ദ്രോഹവും ചെയ്യാതെ മനസ്സിനെ ഏറ്റവും നിർമ്മലമാക്കി നമ്മൾ വെക്കുമെങ്കിൽ ആ ഒരു ഭഗവാന്റെ കടാക്ഷം നമുക്ക് കൂടുതലായിട്ട് കൈവന്നു ചേരും എന്നതാണ്. നമ്മളിപ്പോൾ ഒരുപാട് ക്ഷേത്രത്തിലൊക്കെ പോയി ഒരുപാട് വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ആ ഒരു ദുരിതത്തിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാകാത്തത്? ഭഗവാൻ നമ്മുടെ വിളി കേൾക്കുന്നില്ല എന്നൊക്കെ പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടാകാം. എന്തുകൊണ്ട് വിളി കേൾക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ തെറ്റുകളൊക്കെ അറിയാണ്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ ചിന്തകൾ പരമാവധി നമ്മൾ കുറയ്ക്കാം. അതൊക്കെ നമുക്ക് ഐശ്വര്യമായിട്ട് തീരും. ഇനി രണ്ടാമത്തെ ആ ഒരു തെറ്റെന്ന് പറയുന്നത് വാക്കുകളിലൂടെ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളാണ്. മോശകരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുക, മോശകരമായ വാക്കുകളാൽ ഒരു വ്യക്തിയോട് സംസാരിക്കുക, സ്ത്രീകളോടും കുട്ടികളോടും മുതിർന്നവരോടൊക്കെ തന്നെ അപമര്യാദയോടുകൂടി സംസാരിക്കുക, തന്നെക്കാൾ താഴ്ന്നവരോട് ബഹുമാനം കൊടുക്കാണ്ട് അവജ്ഞയോടുകൂടി സംസാരിക്കുക, കൊച്ചു കുട്ടികളോട് മോശം ഭാഷയിൽ സംസാരിക്കുന്നത്, ഗുരുക്കന്മാരോടും മുതിർന്നവരോടും ബഹുമാനമില്ലാണ്ട് സംസാരിക്കുന്നത്, ഇതൊന്നും പരമേശ്വരൻ ഒരിക്കലും പുറത്തു തരുന്ന തെറ്റുകളല്ല. പ്രത്യേകിച്ച് ഗുരുനിന്ദ. ഗുരുവിലും ഗുരുവാണ് മഹേശ്വരൻ.
ഗുരുവിനെ നിന്ദിക്കുന്നത് പരമേശ്വരനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റു വ്യക്തികളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, നുണ പറയുക, അപഖ്യാതികൾ പറയുക, ഇടിച്ചു താഴ്ത്തി സംസാരിക്കുക, ഇത്തരം ദുഷിച്ച വർത്തമാനങ്ങളൊന്നും ഭഗവാന്റെ ഭക്തര് ചെയ്യാൻ പാടില്ല. ഒരു പക്ഷേ ഈ ശിവഭക്തരൊക്കെ ഇത് കാണുന്നുവെങ്കിൽ ഇത് കേൾക്കാനിടയായത് തന്നെ അവർ ഭഗവാന്റെ കടാക്ഷം കൊണ്ടാണ് എന്ന് കരുതി ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. എന്തായാലും നമുക്കറിയാമല്ലോ നമ്മൾ ചെയ്യുന്നത് നല്ലതാണോ, നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണോ മോശമാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ. അത്തരത്തിൽ മോശമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാതിരിക്കുക, കഴിവതും പറയാതിരിക്കുക. ശിവപുരാണം അനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം തന്നെ ശിവന്റെ കോപം നമ്മളിലേക്ക് കൈവന്നു ചേരുന്നതിന് സഹായിക്കുന്ന ചില പ്രവൃത്തികളായിട്ടാണ് പറയപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ഭഗവാന്റെ അപ്രീതിക്ക് കാരണമാകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം സംഭവിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തികളെ ഭഗവാൻ അങ്ങേയറ്റം വെറുക്കുന്നു എന്നതാണ്. അതായത് നമ്മൾ ആർക്കും ഒരു ദ്രോഹവും തെറ്റും കുറ്റവും നമ്മൾ ചെയ്യാതിരിക്കുക. വളരെ സാധുക്കളായിട്ടുള്ള ആൾക്കാരോട്, അല്ലെങ്കിൽ നമ്മളെക്കാളും ശക്തി കുറഞ്ഞ ആൾക്കാരോട്, സ്ത്രീകളോട്, കുട്ടികളോട്, വൃദ്ധജനങ്ങളോട്, അതുപോലെ സാധുക്കളായിട്ടുള്ള ജീവി വർഗത്തോട് ഇതിനോടൊന്നും നമ്മൾ യാതൊരു തരത്തിലും ഉപദ്രവം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അവയ്ക്ക് ഹാനി ഉണ്ടാക്കാതിരിക്കുക. അത്തരം പ്രവൃത്തികൾ നമ്മൾ ചെയ്യാതിരിക്കുക. അതുപോലെ തെറ്റായ പ്രവൃത്തികൾ ചെയ്തിട്ട് പണം സമ്പാദിക്കുക, വളഞ്ഞ വഴിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കുക. ഇപ്പൊ മോഷണം പോലെയൊക്കെയുള്ള പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരുടെ സമ്പത്ത് നമ്മൾ അപഹരിച്ചെടുക്കുക. ഇതൊക്കെ പരമേശ്വരന്റെ കോപം കൊടിയ രോഗദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ആയിട്ട് നമ്മുടെ മേൽ ഭവിക്കുന്നതിന് ഇടവരുത്തുന്ന പ്രവൃത്തികളാണ്. ഇനി ഇത് കൂടാതെ ശിവഭഗവാന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്ന ചില പ്രവൃത്തികൾ കൂടിയുണ്ട്. അതും ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്നാണ് ഈ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം കൊള്ളയടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ക്ഷേത്ര മുതലുകൾ നമ്മൾ കക്കുക, മോഷ്ടിക്കുക. ഇതും ഭഗവാന്റെ കോപം നമുക്ക് നേടിത്തരുന്ന ഒന്നാണ്. അതിപ്പോ ശിവക്ഷേത്രം തന്നെ ആവണമെന്നില്ല, ഏതൊരു ക്ഷേത്രത്തിലെയും മുതലുകൾ കൊള്ളയടിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് അർഹതയില്ല പക്ഷെ നമ്മളത് കൈക്കലാക്കുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ കോപത്തിന് ഇടയാക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ക്ഷേത്ര മുതലുകൾ നശിപ്പിക്കുന്നത് അതും ഭഗവാന്റെ കോപം നമ്മിലേക്ക് ക്ഷണിച്ചു വരുത്തും. ഇനി അടുത്തതൊന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഇതിനോടൊക്കെ ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാലോ മാതാപിതാ ഗുരു ദൈവം എന്നതാണ്. മാതാവ് പിതാവിനെയും, പിതാവ് ഗുരുവിനെയും, ഗുരുവിലൂടെ നമ്മൾ ദൈവത്തെയും അറിയുന്നു എന്നതാണ് സങ്കല്പം. അതായത് ദൈവത്തിന് തന്നെയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 4ാമത് സ്ഥാനമാണ്, അവരെക്കാൾ ശ്രേഷ്ഠമാണ് മാതാവും, പിന്നെ പിതാവ്, അതുപോലെ ഗുരു. അപ്പൊ നമ്മുടെ മാതാവിനെയും പിതാവിനെയും അങ്ങേയറ്റം ബഹുമാനിക്കുക, ഗുരുജനങ്ങളോട് ആദരവോട് കൂടിയിട്ട് സംസാരിക്കുക, അവരുടെ വാക്കുകളെ തിരസ്കരിക്കാതിരിക്കുക, അവരെ ദ്രോഹിക്കാതിരിക്കുക. ഇക്കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി ഏറ്റവും അവസാനമായിട്ട് ഭഗവാൻ, അല്ലെങ്കിൽ ശിവപുരാണത്തിൽ ഭഗവാന്റെ കോപത്തിന് പാത്രീഭവിക്കുന്ന ഒന്നാണ് അവിഹിത ബന്ധത്തിലേക്ക് ഏർപ്പെടുക എന്നത്. ഇത് പറയുമ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടാകും, ഭഗവാന്റെ തിരിച്ചടയ്ക്കുള്ളിൽ ഗംഗാദേവിയെ ഒളിപ്പിച്ചിട്ടില്ലേ? യഥാർത്ഥത്തിൽ ഗംഗാദേവി ഭൂമിയിലേക്ക് നേരിട്ട് പതിച്ചാൽ ഭൂമിദേവിക്ക് ആ ഒരു പതനം താങ്ങുവാൻ കരുത്തില്ല, ഭൂമിയിൽ ജലം പെരുകി പ്രളയം സംഭവിക്കും എന്നൊക്കെ കൊണ്ട് ദേവലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആകാശ ഗംഗയെ ഭഗവാൻ തിരിച്ചടയ്ക്കുള്ളിൽ ഒതുക്കിയിരിക്കുകയാണ്. അല്ലാതെ ഭഗവാന് ഗംഗാദേവിയോട് അത്തരത്തിലുള്ള മോശം ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല എന്നറിയുക. ഇനി പുരാണത്തിലൊക്കെ അങ്ങനെ എങ്ങാനും നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ അത്തരം ബന്ധങ്ങൾ കഴിവിന്റെ പരമാവധി പുലർത്താതിരിക്കുക. അപ്പോൾ ഇനി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, എങ്ങാനും സാഹചര്യം കൊണ്ട് അത്തരത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയി, ആ തെറ്റുകൾ നമ്മുടെ മനസ്സിലിരുന്ന് നീറുകയാണ്, അതൊരു പ്രതിവിധി നമുക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ എത്തിയിട്ട് നമ്മുടെ തെറ്റുകൾ ഭഗവാനോട് ഏറ്റു പറയുക. ഭഗവാനെ, എനിക്ക് ഇങ്ങനൊരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് ഭഗവാന് മുന്നിൽ നമ്മൾ ക്ഷമാപണം നടത്തുക. ശേഷം ഭഗവാന് ധാര, അതുമല്ലെങ്കിൽ കെടാവിളക്കിലേക്ക് എണ്ണ, ഈ 2 വഴിപാടുകളിൽ ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ആ ഒരു പാപം ഭഗവാൻ പുറത്തു തരുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഭഗവാന് മുന്നിൽ, ഭഗവാൻ ഇനി ഞാൻ ആ ഒരു തെറ്റ് ചെയ്യില്ല കേട്ടോ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എനിക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്, അങ്ങനെ നമ്മൾ ആ ഒരു മാപ്പ് പറയുകയും നമ്മൾ ഇനി ആ ഒരു തെറ്റ് ചെയ്യില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ അത് ഏറ്റവും സന്തോഷിപ്പിക്കും. നമുക്ക് സർവ്വ ഐശ്വര്യവും അനുഗ്രഹവും ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യും. അവർ തെറ്റ് ചെയ്തതിലൂടെ എന്തെങ്കിലും ദോഷം നമുക്ക് വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ദോഷം ഭഗവാൻ മാറ്റിത്തരികയും ചെയ്യും. ഇതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പാപം ചെയ്തു, ആ പാപചിന്ത വല്ലാണ്ട് നമ്മളെ ശ്വാസം മുട്ടിക്കുകയാണ്, നമുക്ക് ആരോടും തുറന്നു പറയാൻ പറ്റുന്നില്ല ഇങ്ങനൊരു തെറ്റ് നമ്മൾ ചെയ്തു എന്ന്. അങ്ങനെ ഉണ്ട് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2 ക്ഷേത്രങ്ങൾ പറഞ്ഞു തരാം.
ഈ 2 ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് പൊയ്ക്കോളൂ. അവിടെ പോയി ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ പാപം ഭഗവാൻ പുറത്തു തരുന്നതാണ്. ഒന്നാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ക്ഷേത്രം. ഭഗവാന് മുന്നിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ പോയി നമ്മൾ ഭഗവാനോട് അത് ഏറ്റു പറയുകയാണ്, അവിടുത്തെ കെടാവിളക്കിലേക്ക് എണ്ണ പകരുകയാണ് എങ്കിൽ ഭഗവാൻ ആ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരുന്നതാണ്. പക്ഷേ അവിടെ പോയി പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ വന്നിട്ട് നമ്മുടെ പഴയ സ്വഭാവം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാനും ഭഗവാന്റെ തനി സ്വരൂപം എടുക്കും. ഇനി ആ ഒരു രണ്ടാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഇതര ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കൈകാൽ ആൾ രൂപങ്ങൾ, അത് മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ സർവ്വ അംഗങ്ങളും അല്ലെങ്കിൽ പല പല ശാരീരിക അംഗങ്ങളെയും നമുക്ക് അവിടെ പ്രതിമ രൂപത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ ഏതൊരു അംഗം കൊണ്ടാണോ തെറ്റ് ചെയ്തത്, കൈ കൊണ്ടാണെങ്കിൽ, ചിന്തയാണെങ്കിൽ അവിടെ ഒരു ശിരസുണ്ട്, ഒന്നല്ല അനവധിയുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു അംഗം കൊണ്ടാണോ തെറ്റ് ചെയ്തത് ആ ഒരു അംഗം എടുത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രതിമ എടുത്ത് നമ്മുടെ ശിരസിൽ 3 വട്ടം ഒഴിഞ്ഞ് നമ്മുടെ മനസ്സാലെ നമ്മൾ ചെയ്ത പാപം എന്താണ് എന്ന് ഭഗവാന് മുന്നിൽ നമ്മൾ പ്രാർത്ഥിച്ച് അത് പറഞ്ഞ് അതിനൊരു ക്ഷമ ഭഗവാന് മുന്നിൽ പറഞ്ഞുകൊണ്ട്, ഭഗവാൻ ഇനി ഞാൻ ആ ഒരു തെറ്റ് ആവർത്തിക്കില്ല കേട്ടോ, ഞാൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ്, എനിക്ക് മാപ്പ് തരണം, ഇനി ഞാനത് ഒരിക്കലും ചെയ്യില്ല എന്ന് നമ്മൾ ഭഗവാന് മുന്നിൽ പറയുമെങ്കിൽ എത്ര കൊടിയ പാപവും ഭഗവാൻ അത് പുറത്തു തരും. അതിലൂടെ എന്ത് ദോഷം ഭഗവാനിൽ നിന്നോ ഭഗവാന്റെ ഭൂതഗണങ്ങളിൽ നിന്നോ ഈശ്വരനിൽ നിന്നോ നമുക്ക് വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ആ ഒരു തൃക്കരം കൊണ്ട് നമ്മുടെ പാപത്തെ നീക്കിത്തരും. മുന്നേ പറഞ്ഞതുപോലെ അവിടെ നമ്മൾ പാപമൊക്കെ ചെയ്ത് നമ്മൾ പോയിട്ട് ഭഗവാനോട് പറഞ്ഞ് പ്രതിജ്ഞയും എടുത്ത് ക്ഷമാപണവും മൂളിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഈ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ തുടർന്ന് എന്ത് സംഭവിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കിയ പാപങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. കഴിവിൻ്റെ പരമാവധി ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മനുഷ്യനാണ്, പറയാൻ പറ്റില്ല, മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക, ഭഗവാന് അതൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കരുതേ, എന്നെ നേർവഴിക്ക് നയിക്കണം. ഇങ്ങനെ നിരന്തരം ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ. ഭഗവാൻ നമ്മളെ നേർവഴിക്ക് തന്നെ നടത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ അധിക വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക, പഴയ വീഡിയോകളൊക്കെ കാണുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ വീഡിയോ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നൊരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.